അപ്പം നേച്ചർ റൈഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒത്തിരി ഇടവേളകളായി, കുറേ നാളായിട്ട് കുറച്ച് ഞങ്ങൾക്ക് ബിസിയായിരുന്നു. ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ ഹീറോ ബെർഗാമോണ്ടിൻ്റെ സ്വീപ്പ് 3. അപ്പോൾ ഇന്ന് നമുക്ക് സൈക്കിളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഏതാണ് പറയേണ്ടത്, നമ്മളെ ടയർ, ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ കെൻഡാൻ്റെ ടയറാണ്. ഫ്രണ്ടിലും ബാക്കിലും അത് തന്നെയാണ്. ഹാൻഡിൽ ബാർ കൊടുത്തിരിക്കുന്നത് 660 mm സിങ്ക്രോസിൻ്റെ അത്യാവശ്യം വൈഡായിട്ടുള്ള കർവി ആയിട്ടുള്ള ഹാൻഡിലാണ്. കുഴപ്പമില്ല, അവർ ആ റേറ്റിനുള്ള ഒരു വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഷൈനിയുടെ റിമ്മാണ് കൊടുത്തേക്കുന്നത്. ഫോർക്ക് വരുന്നത് അലോയിഡയാണ്. സംഭവം ഫുള്ള് ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം തന്നെ അലോയിയാണ് കൊടുത്തേക്കുന്നത്. ഒരു 11 കിലോയെ മൊത്തത്തിൽ വരുന്നുള്ളൂ. നല്ല സിംഗിളാണ്. നമുക്കൊരു 1 ആം കൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് ഷിമാനോയുടെ ഹൈഡ്രോളിക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്കും ഷിമാനോയുടെ തന്നെ. ഹബ്ബ് വരുന്നത് BGM പ്രോയുടെ ഹബ്ബാണ്. അപ്പം ഫ്രെയിം 6061 ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. കളറൊക്കെ അത്യാവശ്യം നമുക്കൊരു ഒരു എടുപ്പ് കിട്ടുന്ന ഒരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബോട്ടിൽ ഹോൾഡർ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. കേബിളൊക്കെ ഇൻറ്റേർണൽ കേബിൾ വരുന്നുണ്ട്. സ്വീപ്പ് 3 ആണ് സൈക്കിളെങ്കിലും സ്വീപ്പ് 4ൻ്റെ ഫ്രെയിമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കസ്റ്റംബിൾഡായിട്ട് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. സ്വീപ്പ് 3യുടെ കമ്പോണൻസ് ബാക്കിയെല്ലാം തന്നെ സ്വീപ്പ് 3യുടെ കമ്പോണൻസ് എല്ലാം ഉണ്ട്. സീറ്റ് വരുന്ന അത്യാവശ്യം നല്ലൊരു കുഷൻ സൈസ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്തപ്പോൾ എനിക്ക് നല്ല കംഫർട്ടി ആയിട്ട് തോന്നി. അത്യാവശ്യം ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കൊക്കെ കുറച്ച് അഡ്ജസ്റ്റബിളാണ്. അടുത്തത് നമുക്ക് ക്രാങ്കിലേക്ക് വരികയാണെങ്കിൽ ഷിമാനോയുടെ ക്രാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഗിയറിൻ്റെ ടൂർണിയുടെ കൊടുത്തിട്ടുണ്ട്. പല്ല് 42, 34, 24 ടീത്തുണ്ട്. പിന്നെ പെഡലിൻ്റെ വരുവാണെങ്കിൽ ഒരു -1 ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പെഡലാണ് കൊടുത്തേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം യൂസബിളാണ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഷിമാനോ ആൾട്ടസിൻ്റെ ഡെറൈലറാണ് വരുന്നത്. കാസറ്റ് 8 സ്പീഡാണ്. അതിൽ 12 മുതൽ 32 വരെ പല്ലുകൾ കൊടുത്തിരിക്കുന്നു. അതും ഷിമാനോയുടെ തന്നെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും വരികയാണെങ്കിൽ ബാക്കിൽ സെയിം കെൻഡയുടെ ടയർ, ഷൈനിയുടെ ഡബിൾ വാൽ അലോയ് കൊടുത്തിരിക്കുന്നു. റിമ്മ്, ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഡിസ്ക് ബാക്കിലും വന്നിരിക്കുന്നു. പിന്നെ ഒരു ക്യാരിയറിൻ്റെ ആക്സസറീസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ നമുക്ക് സ്റ്റാൻഡ് മാത്രം അഡീഷണൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അത് നമ്മൾ വെച്ചേക്കുന്നതാണ്. ഇത് അഴുകയാണ് 11 കിലോ പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ വെയിറ്റ് അഡ്വാൻസ് ആയിട്ട് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 48K വരുന്നുണ്ട് അത്യാവശ്യം. അപ്പം ബെർഗാമോണ്ട് ഒരു അർബൻ സൈക്കിളായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പറയുമെങ്കിൽ ഇവിടെ നിന്ന് ഇത്ര തോന്നുന്നില്ല. റോഡിലാണ് കൂടുതൽ അതിൻ്റെ പെർഫോമൻസ് വരുന്നത്. ഞാൻ ഓടിച്ചതിലും കുറച്ച് ഓഫ് റോഡ് വരുമ്പോൾ ഫ്രണ്ടിലൊരു വൈബ്രേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. റോഡിൽ പക്ഷേ ആളുകൂലിയാണ്, നമുക്ക് പിടിക്കാൻ കിട്ടിയാല. ഓഫ് റോഡ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ റോഡൊക്കെ ബെറ്ററായി പണ്ടത്തിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം റോഡിൽ ഓടിക്കുന്നവർ ഇഷ്ടം പടിയാണ്. റോഡിൽ കൂലിയാണ്. അപ്പോൾ നമ്മുടെ ഇച്ചിരി ഉൾപ്രദേശങ്ങളിൽ കൂടെയൊക്കെ പോയി റൈഡ് നടത്തുമ്പോൾ ചെറുതായിട്ടൊരു ഹാൻഡിലൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. എന്നാലും ഓൾമോസ്റ്റ് ഒരു
ഒരു 75% ഒക്കെ ഓക്കെയാണ്. റോട്ടിൽ ആൾ കൂലിയാണ്. ചെറിയ ഇച്ചിരി ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ഗട്ടറുള്ള വഴികളിൽ കൂടെ പോകുമ്പം ഹാൻഡിലൊരു നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്, അതൊരു മൈനസാണ്. പിന്നെ ആകെ വരുന്ന പ്ലാസ്റ്റിക് പെഡലിൻ്റെ ഇതിൻ്റെ ആകെ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി വാല്യൂ ഫോർ മണിയാണ്, നമുക്ക് വേണേൽ ചൂസ് ചെയ്യാം. അപ്പോൾ റോഡിൽ ബെർഗാമോണ്ട് ഓക്കെയാണ്. ചെറിയ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുമ്പം ചെറിയൊരു വേരിന് ഫീൽ ചെയ്യുന്നെങ്കിലും ഒരു റോഡ് സൈക്കിൾ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.